നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ചാനലുകൾ ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ 21-ാം നൂറ്റാണ്ടിലെത്തി നമ്മൾ ഭയങ്കര സോ കോൾഡ് മുന്നോട്ട് പോയ സമൂഹങ്ങളാണ്, ജാതിയൊന്നും ഇല്ല അതൊക്കെ പറയുന്നു. പക്ഷേ ജാതിയുടെ ബേസിസിലല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു മാട്രിമോണിയൽ കോളം ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇനി അതും വേണ്ട, രണ്ട് മനുഷ്യർക്ക് തമ്മിൽ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വോട്ടെവർ അവർക്ക് ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ എന്തിനാണ് ഒരു മാട്രിമോണിയൽ കോളത്തിൻ്റെ ആവശ്യം? അവർക്ക് അവരിണയെ കണ്ടെത്തിക്കൂടെ? ഇനിയിപ്പോൾ ഒക്കെ കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു സെക്യുലർ മാട്രിമോണി പോരെ. അപ്പോൾ ജാതിനെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ജാതിനെ ബേസ് ചെയ്ത മാട്രിമോണിയൽസ് കൊണ്ടു നടക്കുന്നതും അത് വളരെ കൃത്യമായിട്ട് വാർത്താധിഷ്ഠിത പരിപാടികൾക്കിടയിൽ പരസ്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മളെ മുന്നിലേക്ക് ഇട്ട് വരുന്നൊരു സ്ഥലത്ത് നമുക്ക് ഉളുപ്പില്ലായ്മയാണ്. ജാതിയില്ല എന്ന് പറയുന്നതൊക്കെ വളരെ ഉളുപ്പില്ലായ്മയാണ്. അപ്പോൾ ജാതിയുണ്ട്, കൃത്യമായിട്ട് ജാതിയുണ്ട്. ആ ജാതിയുടെ എല്ലാ തരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ട്, അതിൻ്റെ ഉച്ചനീചത്വങ്ങളും ഉണ്ട്. എല്ലാം നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിക്കകത്താണ് ഈ സിനിമയും സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ റിഫ്ലക്ഷൻസും അതിനകത്തും ഉണ്ട്. പ്രതിനിധാനങ്ങളില്ലായ്മ, വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യന്മാരുടെ സാന്നിധ്യമില്ലായ്മ, അതൊക്കെ നിലനിൽക്കുന്ന ഒരിടമാണ്. അതിപ്പോൾ നമ്മളെ തൊഴിലിടങ്ങൾ, നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, നമ്മുടെ മന്ത്രിസഭയിൽ നോക്കൂ, എത്ര ദളിതുണ്ട്, എത്ര ആദിവാസിയുണ്ട്, എത്ര മുസ്ലിംസ് ഉണ്ട്, എത്ര ട്രാൻസ് മനുഷ്യരുണ്ട്, അതൊക്കെ തന്നെയാണ് അവിടെ.